Good morning. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ്. ഫങ്ഷൻസിൽ കുറേ ഇപ്പോൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പഠിച്ചു. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ സ്ട്രിങ് ഫങ്ഷൻസ് പഠിച്ചു, ക്യാരക്ടർ ഫങ്ഷൻ പഠിച്ചു, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് പഠിച്ചു അല്ലേ. ഈ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഫങ്ഷൻസിൽ തന്നെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ടെന്നല്ലേ. നമ്മുടെ C++ പ്രോഗ്രാമിൽ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനായിരുന്നു ഇത് ഇൻറ്റ് മെയിൻ. എക്സിക്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇൻറ്റ് മെയിൻ എന്ന് പറയുന്ന മെയിൻ ഫംഗ്ഷൻ വേണം അല്ലേ. ആ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇൻറ്റ് മെയിൻ എന്ന് എടുത്തിട്ട് ഇൻറ്റ് മെയിൻ എന്ന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു അല്ലേ. ബ്രേസ് ഓപ്പൺ ചെയ്തിട്ടാണ് എന്ത് കൊടുക്കുക? നമ്മുടെ സി ഔട്ടും കാര്യങ്ങൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുക. ഇതിനെ എന്ത് പറയും? ബോഡി. ഇതിനെയാണ്, അതായത് മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇതിനാണ് എന്ത് പറയുന്നത്? ബോഡി ഓഫ് ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ C++ പ്രോഗ്രാമിൽ എക്സിക്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഏത് വേണം? മെയിൻ ഫംഗ്ഷൻ വേണം. അതിന് ശേഷം നമ്മൾ ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു. ഇനി ഈ ഫംഗ്ഷനിലെ ബിൽറ്റ് ഇൻ ഫംഗ്ഷനുണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനുണ്ട്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പം അതായത് C++ അതിൻ്റെ കമ്പൈലേഷന് വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും ഏത്? ഈ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അത് നമ്മുടെ പ്രോഗ്രാം കോഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിനെ കമ്പൈൽ ചെയ്യുക, റണ്ണ് ചെയ്യുക, ഡിബഗ് ചെയ്യുക, അതൊക്കെ ഇതിൽ പെടുന്ന ഫംഗ്ഷനാണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷനിൽ വരുന്നതാണ്. അത് യൂസർ ഡിഫൈൻ ചെയ്യുന്നതല്ല. എന്നാൽ പ്രോഗ്രാമർ യൂസർ അവരുടെ ഇഷ്ടപ്രകാരം അവർ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷന് നമ്മൾ എന്ത് പറയും? യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് പറയും. യൂസർ ഡിഫൈൻ ഫങ്ഷൻസ്. അതിന് നമ്മളിങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, എന്താണോ നമുക്ക് കൊടുക്കാനുള്ള ആർഗ്യുമെൻറ്റ്സ്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പറയും അല്ലേ. ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പിന്നെന്താണ് അതിൽ എന്ത് കൊടുക്കണം? ആർഗ്യുമെൻറ്റ്സ്. അതിന് ശേഷം ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, പിന്നീട് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു, ബ്രേസ് ക്ലോസ് ചെയ്യുന്നു. ഫംഗ്ഷനുള്ളിൽ കൊടുക്കുന്ന വാല്യൂസിനെ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഇനി ഒരു എക്സാമ്പിൾ. ഫംഗ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് ടൈപ്പ് വേണമെന്നും എന്ത് ആർഗ്യുമെൻറ്റ്സ് വേണമെന്നൊക്കെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പം ഡിഫൈൻ ചെയ്യുമ്പം ഫംഗ്ഷന് ടൈപ്പ് ഏത് വേണം, ഡാറ്റ ടൈപ്പ് ഏത് വേണം, ആർഗ്യുമെൻറ്റ്സ് അതിൻ്റെ വാല്യൂസ് എന്തൊക്കെ കൊടുക്കണം, അതൊക്കെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്ത് വെക്കണം. ഒരു ഫംഗ്ഷൻ ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ വോയിഡ് എന്ന് പറയുന്ന ടൈപ്പ് കൊടുത്തു. വോയിഡ് എന്ന് പറഞ്ഞ ടൈപ്പ് ആ ഫംഗ്ഷൻ അതിന് ശേഷം എന്ത് ചെയ്യണം? ഫംഗ്ഷന് ഞാൻ എന്ത് കൊടുക്കുക? ഒരു നെയിം കൊടുക്കുക. അപ്പം എനിക്കിഷ്ടമുള്ള നെയിം കൊടുക്കാട്ടെ, യൂസർ ഡിഫൈൻ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഇൻറ്റ് മെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കൊടുത്തതല്ല. പക്ഷേ യൂസർ ഡിഫൈൻ ആകുമ്പോൾ യൂസർക്ക് പ്രോഗ്രാമർക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പോൾ സേ പറഞ്ഞു, സേ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. സേന് ശേഷം ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഫംഗ്ഷൻ നമ്മൾ ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. അതിന് ശേഷം ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറയുകയാണ് സി ഔട്ട്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ ബോഡിയിൽ ഞാൻ കൊടുക്കുന്നത് വെൽക്കം എന്നാണ്. വെൽക്കം. ഇതൊരു എക്സാമ്പിൾ. അതായത് വോയിഡ് സേ, എനിക്കിഷ്ടമുള്ളൊരു പേര് കൊടുത്തു, ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു, ഞാൻ എന്ത് ചെയ്തു? സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തു. ഇങ്ങനെ യൂസർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും? യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ. ഇനി ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ വോയിഡ് സം ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്തു, വാല്യൂസ് എടുത്തു, ഇൻറ്റ് AB S, സി ഔട്ട്,
is equal to a plus b. സം ഇതാക്കണം. സം ഏതിലാണ് ഉള്ളത്? എസ്സിൽ. ഇവിടെ നോക്കൂ, രണ്ട് ഫംഗ്ഷനാണ്. ഒന്ന് വോയിഡ് സം ഇൻ എ ബി എസ് സി ഔട്ട് ആൻഡ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സിന് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ആ നമ്പറിന് നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. എ ബി രണ്ട് നമ്പർ ചോദിച്ചപ്പോൾ രണ്ട് നമ്പർ കൊടുത്തു. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. എസ് പറയുമ്പോൾ സമ്മ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വെച്ചോ. എ പ്ലസ് ബിൻ്റെ സമ്മ് കിട്ടാൻ സി ഔട്ട് സമ്മ് കൊടുത്തില്ലേ. ഇവിടെ നോക്കൂ, ഇൻറ്റ് സമ്മ്, രണ്ട് വേരിയബിൾ, രണ്ട് നമ്പേഴ്സിന് വേണ്ടിയിട്ട് ഇത് സമ്മ് സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ. സി ഔട്ട് എൻ്റർ ദി നമ്പേഴ്സ്, എൻ്റർ ടു നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സിന് കൊടുത്തു എ ബി. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇവിടെ എന്ത് ചെയ്യുന്നു? റിട്ടേൺ എസ്, വാല്യൂസിനെ റിട്ടേൺ ചെയ്യുന്നു. ഇവിടെ നോ ആർഗ്യുമെൻറ്റ്സ് അല്ലേ. ആർഗ്യുമെൻറ്റ്സ് രണ്ട് ഫംഗ്ഷനുള്ളിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ. ഇത് ഈ ബ്രേക്കറ്റിനുള്ളിൽ, ഈ ബ്രേക്കറ്റിനുള്ളിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? രണ്ട് ഫംഗ്ഷനിലും ആർഗ്യുമെൻറ്റ്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ. ഇവിടെ ഒരു വാല്യൂസിനെയും റിട്ടേൺ ചെയ്യുന്നില്ല. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടേൺ ആൻഡ് ഇൻറ്റിജർ വാല്യൂ. ഇൻറ്റിജർ വാല്യൂവിനെ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യും. രണ്ട് ഫംഗ്ഷനാണ്, പക്ഷെ ഫംഗ്ഷനിൽ രണ്ടിലൊന്നും കൊടുത്തിട്ടില്ല, ആർഗ്യുമെൻറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടേൺ ചെയ്യാനുണ്ട് അല്ലേ. റിട്ടേൺ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നു. വാല്യൂസിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ള റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു ബ്രേക്ക് കണ്ടിന്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടേൺ, വാല്യൂസിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇൻറ്റിജർ വാല്യൂവിനെ റിട്ടേൺ ചെയ്യും. ഇവിടെ വാല്യൂസിനൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, റിട്ടേൺ കൊണ്ട് ഉള്ള ഉപയോഗം മനസ്സിലായല്ലോ. വാല്യൂസിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുക. ഇത് ആർഗ്യുമെൻറ്റ്സ് ഒന്നും കൊടുക്കാത്ത പ്രോഗ്രാം ആയിരുന്നു അല്ലേ. ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇതിൽ എന്ത് ചെയ്തിട്ടില്ല? കൊടുത്തിട്ടില്ല. ഇനി വേറൊന്നിൽ തന്നെ വോയിഡ് സെയിം വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ വോയിഡ് സമ്മ്, എന്നിട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്? ഇൻറ്റ് എസ്, എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. സി ഔട്ട് ഇനി വോയിഡ് ഇൻറ്റ്, ഇവിടെ വോയിഡ് അല്ല കൊടുത്ത, ഇവിടെ ഇൻറ്റ് കൊടുക്കുകയാണ്. ഇൻറ്റ് സമ്മ് ഇൻറ്റ് എ ഇൻറ്റ് ബി. ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു. ഇൻറ്റ് എസ്, എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി.
റിട്ടേൺ എസ്. ഇവിടെ എന്താണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിൽ, ഈ രണ്ട് പ്രോഗ്രാമിൽ ഈ ഫംഗ്ഷനിൽ എന്ത് ചെയ്തിട്ടില്ല, ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടില്ല. ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വാല്യൂസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ ഇതിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർഗ്യുമെൻറ്റ്സ് പറയുന്നത് അല്ലേ. എങ്കിൽ ഈ ഫംഗ്ഷനിൽ സം 3 സം 4 ഈ ഫംഗ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻറ്റ് എ ഇൻറ്റ് ബി അങ്ങനെ രണ്ട് ആർഗ്യുമെൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, പാസ് ചെയ്തിട്ടുണ്ട് അല്ലേ, കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതുണ്ട്. പിന്നെ എന്തെന്ന് ചെയ്യുന്നത്, വാല്യൂവിനെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ. അതുകൊണ്ട് ഇതിൽ വാല്യൂസിനൊന്നും റിട്ടേൺ ചെയ്യുകയില്ല. ഇവിടെ റിട്ടേൺ ചെയ്യുന്നതിനെ ഇൻറ്റിജർ വാല്യൂവിനെ റിട്ടേൺ ചെയ്യും. പിന്നെ ഇതിലെന്ത് ചെയ്തിരിക്കുന്നു, ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നു. ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാതെ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. ഇങ്ങനെ ഈ ബ്രേക്കറ്റിൽ കൊടുക്കുന്ന ഈ വാല്യൂസിനെ നമ്മൾ എന്ത് പറയുന്നു, ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ യൂസർ ആരാണോ പ്രോഗ്രാം ചെയ്യുന്നവർ അവർ ഡിഫൈൻ ചെയ്യണം, അവരുടെ ഇഷ്ടപ്രകാരം ഡിഫൈൻ ചെയ്യുന്നത്, അവർ ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയുന്നു, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യണം, അതിൽ ഫംഗ്ഷൻ നെയിം കൊടുക്കുമ്പോൾ ഏത് ഡാറ്റ ടൈപ്പാണെന്ന് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. അതിൽ എന്തൊക്കെ ആർഗ്യുമെൻറ്റ്സ്, എത്ര ആർഗ്യുമെൻറ്റ്സ് കൊടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യണം അല്ലേ. അതിന് ശേഷം ഫംഗ്ഷൻസ് എന്താണെന്ന് കൊടുക്കുന്നു, ബ്രേസ് ഓപ്പൺ ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു. ഈ ബ്രേസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, ബോഡി എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നു അല്ലേ. ഓക്കെ. നെക്സ്റ്റ് പ്രോട്ടോടൈപ്പ്. എന്താണ് പ്രോട്ടോടൈപ്പ്? പ്രോട്ടോടൈപ്പ് എന്നാൽ എന്തെന്ന്, ഇപ്പോൾ ഫംഗ്ഷന് പേര് കൊടുത്ത് അതിൻ്റെ എന്ത് ചെയ്യുന്നു, ആർഗ്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസ് സച്ച് ആസ് എന്തെന്ന്, ഫംഗ്ഷൻ നെയിം, റിട്ടേൺ ടൈപ്പ്, ആർഗ്യുമെൻറ്റ്സ്, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷൻ നെയിം, ഡാറ്റ ടൈപ്പ്, ആർഗ്യുമെൻറ്റ്സ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടോടൈപ്പ്. ഈ ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കമ്പൈലർക്ക് കൊടുക്കുന്ന ഒരു ഇൻഫോർമേഷനാണ് അല്ലേ. കമ്പൈലർക്ക് കൊടുക്കുന്ന ഒരു ഇൻഫോർമേഷൻ, ഈ ഇൻഫോർമേഷനെ ഏത് ഇൻഫോർമേഷൻ സച്ച് ആസ് ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ഈ ഇൻഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നത്, ഇൻഫോർമേഷൻ സച്ച് ആസ് എങ്ങനെയുള്ള ഫംഗ്ഷൻ ഡിക്ലറേഷൻ തന്നെ. ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിലെന്തൊക്കെ വരും, ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് വരും അല്ലേ, ഫംഗ്ഷൻ്റെ നെയിം വരും, ഒരു നെയിം ഉണ്ടായിരിക്കണം. അതിൽ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് അത് എത്ര എണ്ണമാണോ അത്രയും ആർഗ്യുമെൻറ്റ്സ്. ദിസ് ഇൻഫോർമേഷൻ ദിസ് പാസ് ടു കമ്പൈലർ, കമ്പൈലർക്ക് പാസ് ചെയ്യുന്ന ഇൻഫോർമേഷനാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്, പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് ഈ കൊടുക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ബാക്കി ബോഡി വർക്ക് ചെയ്യുക. ഇവിടെ കൊടുക്കുന്ന എന്താണോ ആ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ബോഡി വർക്ക് ചെയ്യുക. പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്നും പ്രോട്ടോടൈപ്പ് എന്താണെന്നും മനസ്സിലായില്ലേ, ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് നോക്കിയായില്ലേ. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പാരാന്തസിസിൽ ഈ ബ്രേക്കിൽ കൊടുക്കുന്ന വാല്യൂസിനെ നമ്മൾ എന്ത് പറയുന്നു, ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നു. ഒരു പ്രോട്ടോടൈപ്പിൽ എന്തൊക്കെ വേണം, ആർഗ്യുമെൻറ്റ്സ് എത്ര ഉണ്ടോ അത് ഡിക്ലെയർ ചെയ്യണം, ഫംഗ്ഷൻ്റെ നെയിം ഡിക്ലെയർ ചെയ്യണം, ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യണം. ദിസ് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ കോൾഡ് പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ്. ഇനി ചിലത് എന്ത് ചെയ്യും, നമ്മൾ ഡീഫോൾട്ടായിട്ട് ഈ ആർഗ്യുമെൻറ്റ്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില വാല്യൂസിനെ ഡീഫോൾട്ടായിട്ട് എന്ത് ചെയ്ത് വെക്കുക, സെറ്റ് ചെയ്ത് വെക്കുക. കഴിഞ്ഞ വർഷം നമ്മൾ ലിറ്ററൽസിലൊക്കെ പഠിച്ചിട്ട് കോൺസ്റ്റ് പറഞ്ഞിട്ടൊരു കീവേഡ്, കോൺസ്റ്റ് പറഞ്ഞാൽ എന്തായിരുന്നു, കോൺസ്റ്റ് കീവേഡ്, കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട്, വാല്യൂസിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത്, കോൺസ്റ്റ് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തത്. കോൺസ്റ്റ് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത്, ആ വാല്യൂസ് ഡീഫോൾട്ടായിട്ട് അവിടെ നിൽക്കും അല്ലേ. വാല്യൂസിന്
ചേഞ്ചസ് ഒന്നും വരില്ല. അതുപോലെ ഡീഫോൾട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർഗ്യുമെൻറ്റ്സിനെ സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഫങ്ഷൻസിൽ വാല്യൂസ് റിട്ടേൺ ചെയ്യുന്നത് എപ്പോഴാണെന്നും റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, വാല്യൂസിനെ റിട്ടേൺ ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? പ്രോട്ടോടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടോടൈപ്പ് എന്താണെന്നുള്ളത്, പ്രോട്ടോടൈപ്പ് ഈസ് എ ഡിക്ലറേഷൻ ഓഫ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുക. സച്ച് ആസ് എന്തൊക്കെയിൽ വേണം, ഡാറ്റ ടൈപ്പ് വേണം, ഫംഗ്ഷൻ നെയിം വേണം, ആർഗ്യുമെൻറ്റ്സ്, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ടോ ഇതൊക്കെ അതിൽ ഡിക്ലെയർ ചെയ്യണം. ഇതിനെന്തെന്ന് പറയുന്നു, പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും.